സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ഒരു എഴുത്തുകാരനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. 1961 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കൃതികളിൽ ഒന്നാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. നമ്മൾ കടലും ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കഥയെക്കുറിച്ചും ഒന്ന് ചിന്തിക്കണമെന്ന് തോന്നിയതാണ്. സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു മുഖ്യ കഥാപാത്രവും മനോലിൻ എന്ന് പറയുന്ന ഒരു ഉപകഥാപാത്രവും ആണ് അതിനകത്തെ പ്രധാന രണ്ട് വ്യക്തികൾ. സാന്റിയാഗോ ഒരു ഫിഷർമാനാണ്, മനോലിനും ഫിഷർമാനാണ്. 84 ദിവസം അദ്ദേഹം മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മനോലിനെ അവിടെ നിന്നൊക്കെ മാറ്റാനായിട്ട് മനോലിൻ്റെ ഉടമ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ ലാളിച്ചും ശുശ്രൂഷിച്ചും ഒക്കെ ആയിട്ട് എന്നും വരുന്ന ഈ സാന്റിയാഗോ വയസ്സായ മനുഷ്യൻ വെറും കൈയോടെ മടങ്ങി വരുമ്പോഴും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അവരൊരുമിച്ച് പിന്നെയും അദ്ദേഹത്തിൻ്റെ ചെറ്റക്കുടലിൽ വർത്താനം പറഞ്ഞ് ആഗോള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവർ കിടന്നുറങ്ങും. പിറ്റേ ദിവസം വീണ്ടും സാന്റിയാഗോ പോകും. സാന്റിയാഗോ പറഞ്ഞിരുന്നു, ഒരു ദിവസം ഞാനൊരു വലിയ കാച്ച് എനിക്ക് കിട്ടും, എനിക്കൊരു ദിവസം വലിയൊരു കാച്ച് ഞാൻ ഉണ്ടാക്കും. അങ്ങനെ 85-ാമത്തെ ദിവസം അദ്ദേഹം ഒരു ആഴക്കടലിലേക്ക് പോയി. ആഴക്കടലിലേക്ക് പോയി അദ്ദേഹം ചൂണ്ടയിട്ടു, ഒരു വലിയ മത്സ്യത്തെ കിട്ടി. അപ്പോൾ ഈ മത്സ്യത്തെ വലിച്ച് ഈ ബോട്ടിനോട് കെട്ടിയിട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം മത്സ്യം ഈ അദ്ദേഹത്തിൻ്റെ വഞ്ചിയെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ 2 രാവും 2 പകലും ഈ മത്സ്യം വലിച്ചുകൊണ്ട് പോകുന്ന ഈ വഞ്ചിയിലൂടെ തന്നെ സാന്റിയാഗോയും വിഷമിച്ച് തളർന്ന് അവശനായെങ്കിലും തുടർന്നു. കാരണം കിട്ടിയത് വലിയൊരു മത്സ്യമാണ്. അദ്ദേഹത്തിന് ഈ മീൻപിടുത്തക്കാരൻ ഒരു വിജയിയാകണം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളും അതും വിലപിടിപ്പുള്ള മത്സ്യവും. ഞാൻ എൻ്റെ പേര് മറന്നുപോയി. എന്തുവാട്ടെ, ആ മത്സ്യത്തെയും കൊണ്ട് കരയ്ക്ക് ചെല്ലുന്ന സ്വപ്നവും ആ മത്സ്യം ഭക്ഷിക്കുന്നവരെ കുറിച്ചുള്ള ചിന്തയൊക്കെ ഈ ഹെമിംഗ്വേ നന്നായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ മത്സ്യം ക്ഷീണിച്ചു, തളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നീന്താനും വലിച്ചുകൊണ്ട് പോകാനും പറ്റാണ്ടായി. അപ്പോൾ പിന്നെ ഈ കറണ്ട്, ഈ ഇതിൻ്റെ തിരയുടെ ഒഴുക്കിനൊത്ത് ഈ ബോട്ട് ചലിച്ചു തുടങ്ങി. മീൻ അവശയായി കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം കൊളുത്ത് വലിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ഹാർപ്പൂൺ ആയുധം കൊണ്ട് മത്സ്യത്തെ കൊന്ന് ഈ ബോട്ടിനോട് കെട്ടിയിട്ട് അദ്ദേഹം പായ്വഞ്ചി നേരെയാക്കി അദ്ദേഹത്തിൻ്റെ തീരത്തേക്ക് പോകാൻ തുടങ്ങി. ഈ മത്സ്യത്തെ കൊന്നതുകൊണ്ട് ചോര കടലിലോട് ഒഴുകാൻ തുടങ്ങി. ഈ ചോരയുടെ മണം സ്രാവുകൾ, ഷാർക്കിന് വലിയ പ്രിയപ്പെട്ടതാണ്. അവരത് അന്വേഷിച്ച് വരും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷാർക്കുകൾ ഈ മത്സ്യത്തെ പിടിക്കാൻ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സാന്റിയാഗോ വീണ്ടും അവയെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഷാർക്കുകൾ അദ്ദേഹം കൊന്നു. പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആയുധവും നഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും കയ്യിലില്ലാണ്ടായി. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധന വഞ്ചിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഈ വലിയ മത്സ്യത്തിൻ്റെ മാംസം മുഴുവൻ ഷാർക്കുകൾ ഭക്ഷിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു സ്കെലിട്ടൺ മാത്രമായിട്ട് അവശേഷിച്ചു. ഭീമാകാരമായ വലിപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു സ്കെലിട്ടനാണ്. ഈ സ്കെലിട്ടൺ അസ്ഥികൂടത്തെയും ബന്ധിച്ചിട്ടാണ് ഈ സാന്റിയാഗോ 89 ദിവസം കരക്കിലേക്ക് വരുന്നത്. മത്സ്യമില്ലാത്തതുകൊണ്ട്, രാവായിരുന്നുകൊണ്ട് അദ്ദേഹം ഒന്നും പറയാതെ തൻ്റെ വഞ്ചി കരയ്ക്ക് കയറ്റിയിട്ട് ആ ചെറ്റക്കുടലിൽ പോയി കിടന്നുറങ്ങി. അദ്ദേഹത്തിൻ്റെ മനോലിൻ സുഹൃത്ത് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത്
ഇങ്ങനെ ക്ഷീണിച്ചാവശനായി കിടക്കുന്ന മനുഷ്യനെയാണ്. അദ്ദേഹത്തിന് കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ വീണ്ടും പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആളുകൾ ഈ വലിയ അസ്ഥികൂടം കണ്ടപ്പോൾ ഒരുപാട് ആളുകളോട് തടിച്ചുകൂടാൻ തുടങ്ങി. ഇതെന്താണ് സംഭവം എന്നറിയാം. കാരണം അങ്ങനൊരു അസ്ഥികൂടം, ഒരു മീനിൻ്റെ അസ്ഥികൂടത്തെ അവർ കണ്ടിട്ടില്ല. അതവിടെ വലിയ ചർച്ചയൊക്കെ ആവുന്നു. ആ കൂട്ടത്തിൽ ഈ സാന്റിയാഗോ മെർലിനോടെ കൂടി അവർ തീരുമാനിച്ചു ഇനിയും നമുക്ക് മീൻ പിടിക്കാൻ പോകണം. അവരെ ഒരുമിച്ച് അങ്ങനെ മീൻ പിടിക്കാൻ പോകാൻ തീരുമാനിക്കുന്ന ആ രംഗത്തോടുകൂടി ഏകദേശം ആ കഥ അവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഈ ഹെമിംഗ്വേയുടെ ഒരുപാട് ജീവിത വീക്ഷണങ്ങൾ ഈ നോവലിൽ ഉടനീളം അവതരിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും തളരാത്ത മനസ്സുമായിട്ട് പോകുന്ന, കിട്ടിയത് നഷ്ടപ്പെട്ടിട്ടും ഒരു പരാതിയും പരിഭവമില്ലാത്ത മുന്നോട്ട് തന്നെ പോകുന്ന, ജീവിതം കൊണ്ടുപോകുന്ന സാന്റിയാഗോ. ആ സാന്റിയാഗോ എന്നുള്ള കഥാപാത്രം നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഏത് പ്രായത്തിലും അധ്വാനിക്കുവാനും, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും അധ്വാനം തുടരാനും, കിട്ടിയ അധ്വാനം നഷ്ടപ്പെട്ടാലും അതിനെക്കുറിച്ച് പരിഭവം പരാതിയില്ലാതെ വീണ്ടും അധ്വാനിക്കാനും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു പ്രചോദനം തരുന്ന ഒരു നോവലാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. കടലിനെ അറിയാവുന്നവർക്കറിയാം, കടലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് എള്ളോളമാണ്, അറിയാനുള്ളത് കടലോലമാണെന്ന് കടലോളം ആണ് എന്ന് പറയുന്ന പോലെ തന്നെ അപാരതയിൽ ഇനിയും മീനുണ്ടാവും. അതുകൊണ്ട് ജീവിതം ഒരു നഷ്ടത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്നുള്ള വലിയൊരു പാഠം നമുക്ക് തരുന്നു. നമുക്ക് ഈ കഥയും അതിലെ ഗുണപാഠങ്ങളും വലിയൊരു ദീപമാകട്ടെ. നമുക്കൊരു വലിയൊരു ജീവിത ആവേശം തരട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.